പ്രീമിയർ ലീഗിൽ ഇത് ഈ സൺഡേ സൂപ്പർ സൺഡേ എന്നൊന്നും വിളിച്ചാൽ പോരാ, ഇത് കാത്താൻ പോകുന്ന ഒരു സൺഡേ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്സണലും ലിവർപൂളും തമ്മിൽ ഏറ്റുമുട്ടാനായിട്ട് പോവുകയാണ്. എനിക്ക് തോന്നുന്നു മിക്ക ഫാൻസും, അതിപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോലെ ആഴ്സണലിൻ്റെ ഫാൻ അല്ലെങ്കിലും ലിവർപൂളിൻ്റെ ഫാൻ അല്ലെങ്കിലും ഈ മാച്ച് കാണാനായിട്ട് ഇരിക്കുന്നുണ്ടാവുന്നതാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഇരു ടീമുകൾക്കും വേണ്ടിയിട്ടുള്ള 5 പോസിറ്റീവ് പോയിന്റ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. സോ വെൽക്കം ടു AT പോഡ്കാസ്റ്റ് ഫുട്ബോൾ ക്ലബ്. യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ ഒരുപാട് കഥയൊന്നും അടിക്കുന്നില്ല. നമ്മുടെ കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ കാര്യത്തിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് 5 പോസിറ്റീവ് പോയിന്റ്സ്. ഒന്നാമത്തത് ഇത് ആഴ്സണലിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഒന്നാമത്തെന്ന് പറയുന്നത് അവർക്കൊരു പെർഫെക്റ്റ് സ്റ്റാർട്ട് തന്നെ പ്രീമിയർ ലീഗിൽ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. അവരുടെ തുടക്കത്തിലെ മത്സരത്തിൽ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് വിക്ടർ ഗോയ്ക്രസിനെ ദേ കൊണ്ടുവന്നു, അവരെ നമ്പർ 9 പൊസിഷനിലേക്ക് അങ്ങ് കൊണ്ടുവന്ന് മലത്തു എന്ന് വിചാരിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചു. പക്ഷേ രണ്ടാമത്തെ മാച്ച് ആയപ്പോഴേക്കും വിക്ടർ ഗോയ്ക്രസ് എന്താണെന്നും ഏതാണെന്നും അവർക്ക് കാണിച്ചു തന്നു. അതുകൊണ്ട് തന്നെ ആഴ്സണലിന് ആദ്യത്തെ 2 മത്സരങ്ങളിലും ഒരു പെർഫെക്റ്റ് സ്റ്റാർട്ട് എന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഗോളും സ്കോർ ചെയ്തു, ഗോള് കൺസീഡ് ചെയ്തിട്ടുമില്ല എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് എ വെരി പോസിറ്റീവ് തിങ് അല്ലേ. ഇനി രണ്ടാമത്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ അറ്റാക്കിംഗ് സൈഡ് നല്ല രീതിയിൽ അവർക്ക് ഈ സീസണിലേക്ക് വന്നപ്പോൾ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. എസ്പെഷ്യലി അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിക്ടർ ഗോയ്ക്രസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് അവരുടെ ഇപ്പോൾ പുതിയ താരം എസെ. പുള്ളി ആഴ്സണലിനോടാണ് പുള്ളിക്ക് ഇഷ്ടമെന്നും ബാക്കി കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം. ആൻഡ് പുള്ളിയും കൂടെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ പുള്ളി ഓൾറെഡി പ്രൂവ്ഡ് ആയിട്ടുള്ളൊരു പ്ലെയറാണ്. എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ ആഴ്സണലിൻ്റെ അറ്റാക്കിംഗ് ഫ്രണ്ട് ലൈൻ is going to cook ലിവർപൂൾ എന്നുള്ളത് അവിടെ കിടപ്പുണ്ട് കേട്ടോ. ഇനി അപ്പുറത്തേക്ക് ടാക്ടിക്കൽ വൈസ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി തോന്നുന്നത് കുറച്ചും കൂടെ അപ്പർ ഹാൻഡ് ആർക്കാണ്, ഈ പറയുന്നത് പോലെ തന്നെ ആഴ്സണലിനാണെന്ന് പേഴ്സണലി എനിക്ക് തോന്നുന്നുണ്ട്. അതിന് പലതരത്തിലുള്ള വിയോജിപ്പുകളും ഉണ്ടാവാം. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ആഴ്സണൽ ടാക്ടിക്കലി കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് ആഴ്സണലാണ് എന്ന് പേഴ്സണലി എനിക്ക് തോന്നുന്നുണ്ട്. ഇതൊക്കെ ഒരു പ്രഡിക്ഷനും നമ്മുടെ ഒരു തോന്നലും ഒക്കെ ആണല്ലോ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു. ഇനിയുള്ള 4ാമത്തെ പോയിന്റാണ് ഇൻട്രസ്റ്റിംഗ് കേട്ടോ. കാരണം കഴിഞ്ഞ 13 വർഷമായിട്ട് ആൻഫീൽഡിൽ പോയിട്ട് ആരെ അടിക്കാൻ പറ്റിയിട്ടില്ല. ആഴ്സണലിന് ഇതുവരേക്കും ലിവർപൂളിനെ അടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അതും ഒരു തരത്തിൽ മോട്ടിവേഷൻ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ 2 സൈഡിലും ലിവർപൂളിന് അതൊരു പോസിറ്റീവ് ആണെങ്കിലും ഇപ്പുറത്തേക്ക് വരുമ്പോൾ ആഴ്സണലിനെ സംബന്ധിച്ചിടത്തോളം ഇത് ബ്രേക്ക് ചെയ്ത് അതൊരു പഴങ്കഥയാക്കി മാറ്റാൻ കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് സമയമാണ്. കാര്യം ഇത്രയും കാലം അവർ രണ്ടാമത് ബോട്ടിലേഴ്സ് എന്ന് പറഞ്ഞു വന്നു. ആൻഡ് അവിടെ നിന്ന് ഇപ്പോൾ ഒരു പ്രോപ്പർ നമ്പർ 9 കൊണ്ടുവരുന്നു വിക്ടർ ഗോയ്ക്രസ്. ആൻഡ് അവരുടെ കഴിഞ്ഞ 2ാമത്തെ മത്സരത്തിലുള്ള ഒരു പെനാൽറ്റി ആണെന്നുണ്ടെങ്കിലും ദാറ്റ് വാസ് എൻ അടിപൊളി പെനാൽറ്റി. ആൻഡ് അതിൽ ഫസ്റ്റിലെ ഗോളാണെന്നുണ്ടെങ്കിലും പുള്ളി ആ ഇൻഡിവിജ്വലായിട്ട് കളിച്ച് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെ പുള്ളിയെ കൊണ്ട് പറ്റും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ റെക്കോർഡ് ഒരു പഴം കഥയാക്കാനുള്ള സാധ്യതയുണ്ട്. ഈ റെക്കോർഡ് എങ്ങനെയാണ് പോസിറ്റീവ് ആവുന്നത് എന്നുള്ളതാണ് 5ാമത്തെ പോയിന്റ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 6 മത്സരങ്ങളിൽ ലിവർപൂളിനെതിരെ അവർക്ക് എന്തായാലും തോൽക്കേണ്ടതായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഒന്നില്ലെങ്കിൽ സമനില, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വിജയം എന്നുള്ളതാണ്. പക്ഷേ വിജയം ഈ പറയുന്ന പോലെ ആൻഫീൽഡിൽ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിലും ഞാൻ ഈ പറഞ്ഞതുപോലെയാണ് അതിൻ്റെ സാധനം. എന്താണ്, കഴിഞ്ഞ 6 മത്സരങ്ങളായിട്ട് തോൽക്കേണ്ടതായിട്ട് ആഴ്സണൽ വന്നിട്ടില്ല എന്നുള്ളതും ആഴ്സണലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് കാര്യമാണ്. ഇതൊക്കെ നമ്മൾ ചുമ്മാ ഇപ്പോൾ മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ കാണുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഇനി ലിവർപൂൾ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അറ്റാക്കിംഗ് പവർ ഹൗസ് തന്നെയാണ് അവരുടെ 1ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഡിഫെൻസീവായിട്ട് കളിക്കുന്ന ടീമാണെന്നുണ്ടെങ്കിലും ലിവർപൂൾ ഒന്ന് മനസ്സ് വെച്ചാൽ ഒന്ന് ഇറങ്ങി തിരിച്ചാൽ ആട്ടിച്ച് തൂഫാനാകാൻ പറ്റുന്ന പോലത്തെ ഒരു ഫ്രണ്ട് ലൈനാണ് ആർക്കുള്ളത്, ലിവർപൂളിനുള്ളതെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ മിസ്റ്റേക്ക് മതി ലിവർപൂൾ നിങ്ങളെ കൊന്നിട്ട് പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം തന്നെയാണ്, ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ആൻഫീൽഡിൽ കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 1.5 വികാരം തന്നെയാണ്. അവിടെ അവർക്ക് ആഴ്സണലിനെ സംബന്ധിച്ചിടത്തോളം അല്ല, ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം. ഞാൻ പറഞ്ഞപ്പോൾ ലിവർപൂൾ എന്നാണ് ആഴ്സണൽ എന്നാണ് പറഞ്ഞത്, പനി ആയതുകൊണ്ട് ചെറിയൊരു ക്രിക്കിലിരിക്കുകയാണ്. ഓക്കെ, എനിവേസ്, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ ആൻഫീൽഡിൽ കളിക്കുക എന്ന് പറയുന്നത് ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ലൈക്ക്
അത് അവർക്ക് കുറച്ചും കൂടി ഈസിയാണെന്നുള്ളതാണ്. പിന്നെ ഈ പറയുന്നത് പോലെ തന്നെ സ്ക്വാഡിൻ്റെ മറ്റ് കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഒരു ഫേവറബിൾ ആയിട്ടുള്ള പ്രോബബിലിറ്റി മുഴുവൻ കടക്കുന്നത്. അതാണ് എൻ്റെ മൂന്നാമത്തെ ഫൈൻഡിങ് ആയിട്ട് ഞാൻ പോസിറ്റീവായിട്ട് കാണുന്നത്. മിക്ക സ്ഥലങ്ങളിലും ലിവർപൂളിനാണ് കുറച്ചും കൂടെ ഒരു അപ്പർ ഹാൻഡ് എല്ലാവരും കൽപ്പിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു ഡ്രോ ആവാനാണ് സാധ്യത എന്നാണ് മിക്കവരും പറയുന്നത് കേട്ടോ. ഇതിൽ അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലിവർപൂള് മിനിമം 2 ഗോൾ വെച്ച് കഴിഞ്ഞ 17 മത്സരങ്ങളിൽ, അതായത് അവരുടെ ലാസ്റ്റ് 18 മത്സരങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോം മാച്ചസ് കേട്ടോ, അതിൽ മിനിമം 2 ഗോൾ വെച്ച് അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആഴ്സണൽ എത്ര ഡിഫെൻസീവായിട്ട് കളിക്കാൻ ശ്രമിച്ചാലും ലിവർപൂൾ ഗോൾ അടിച്ചിരിക്കും എന്നുള്ളതാണ് കഴിഞ്ഞ റെക്കോർഡ്സ് മുഴുവൻ കാണിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞല്ലോ, അവരുടെ കുന്തമുനയായിട്ട് ഞാൻ കാണുന്നത് അറ്റാക്കിംഗ് സൈഡാണ്. അപ്പോൾ ഇതൊക്കെയാണ് ലിവർപൂളിൻ്റെ 5 പോസിറ്റീവ് വശങ്ങളായിട്ട് ഞാൻ കാണുന്നത്. ഇനി മറ്റ് മീഡിയാസിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ പലരുടെയും അനലൈസിങ്ങും കാര്യങ്ങളും എടുത്ത് നോക്കുമ്പോൾ കുറേ പേരും നല്ല ഓൾമോസ്റ്റ് ഒരു 90% ആൾക്കാരും ഈ പറയുന്നത് പോലെ തന്നെ ലിവർപൂളിൻ്റെ സൈഡിലാണ് വിന്ന് കാണുന്നത്. ആൻഡ് അത് ഏകദേശം ഒരു 40-46% വിന്ന് അവിടെയാണ് കാണുന്നത്. പിന്നീടാണ് സമനിലേക്ക് വരുന്നത്. അതിലും താഴെയാണ് ആഴ്സണൽ ജയിക്കാനുള്ള സാധ്യത എന്നുള്ളതാണ്. പക്ഷേ എവിടെയൊക്കെയോ എനിക്ക് തോന്നുന്നു നാളത്തെ സൂപ്പർ സൺഡേ മാച്ച് ഇസ് ഗോയിങ് ടു ബി തൂക്കലിംഗ് ബൈ നമ്മുടെ ആഴ്സണൽ ആയിരിക്കും എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചാൽ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ 5 പോസിറ്റീവ് റീസൺസ് ഒക്കെ ആയിരിക്കാം. എന്താണ് നിങ്ങളുടെ പ്രൊഡിക്ഷൻ? ആരടിക്കും എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? എന്തെങ്കിലും മാച്ചിനെ കുറിച്ച് പറയാനായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പനി ഉള്ളതുകൊണ്ടാണ് ചെറിയൊരു കിറുക്ക് പോലെയൊക്കെ ശബ്ദത്തിലും അതുപോലെ തന്നെ ഇതിലും ഉള്ളത്. സോ thank you so much guys. Chill kupi chill and let's wait for the Super Sunday.